Hello Makalai, welcome to the channel Tamil Family Reacts. நான் Swati Prabhakar with me my best friend Busha. Hi friends. Part 1 பார்த்துப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம். போய் பாருங்க. இப்போ part 2 குள்ள போயிடலாம். இது யாரு? on opposite വീട്ടിൽ പോയി. പാപ്പാ മാമ മാമ മാമൻ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചുട്ടാ. പരിപാടി ഞാൻ ഒറ്റ കുടിച്ചോളാം. അവന്മാരനെ ഈസിയായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ മറുകണ്ഠം ചാടണമെങ്കിൽ ആ ചാട്ടം പെട്ടെന്നായിക്കോട്ടെ ഞാൻ വിചാരിച്ചു. നീ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളപ്പോൾ വീട്ടിലോട്ടോ. ഓ മാമനെ കൊണ്ടാണോ? ആ ഞാനും വരാം. അത്ര നല്ല ആൾക്കാരല്ല, നീ വിട്ടോ. அது இவர் சொல்றது பத்தியா? அந்த வீடு அழகா இருக்கு. ரொம்ப பயந்து കിടക്കறாங்க. വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ കള്ളന്മാരാരെയും കയറത്തില്ല. എന്തായി ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനത്തിലെത്തിയോ? അല്ല ഗോവിന്ദ, തീരുമാനത്തിലെത്താൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത്. അല്ല, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും വലിയ തുക തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്നാ പിന്നെ നമുക്ക് മറ്റേ ഓപ്ഷൻ നോക്കിയാലോ? അതെന്തായാലും വേണ്ട. തുടങ്ങി നിങ്ങൾക്ക് ചെല്ലാൻ നോക്ക്, നമുക്കിത് പിന്നെ സംസാരിക്കാം. ചർച്ചകളൊക്കെ എപ്പോഴും എളുപ്പം കാലത്താക്കുന്നതാണ് നല്ലത്. ഇടയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ദിവസവും പോകും. നിങ്ങളും മൂപ്പരും തമ്മിലുള്ള ഒരു ഇടപാടും എനിക്കറിയില്ല. ആകെ കൂടെ ഒരു വാടക വീട നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് നിങ്ങളീ പറയുന്നതിന്റെ 10-1 തരാൻ പോലും എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. അപ്പൊ ഇവരൊക്കെ കൂടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും. ഈ വീട് എത്ര കൊടുത്താ മേടിച്ചതെന്ന് എനിക്കറിയാം. ഒരാഴ്ചയല്ലേ ആയുള്ളൂ. മേടിച്ച് അതേ വിലക്ക് തന്നെ വിൽപ്പിക്കാം. ആളെ ഞാൻ കൊണ്ടുവരാം. താൻ ഒരാളെയും കൊണ്ടുവരണ്ട. ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചതേ ഇവർക്ക് താമസിക്കാനാ, അല്ലാതെ തന്റെ ഇടപാട് തീർക്കാനല്ല. രാവിലെ തന്നെ വീട്ടിൽ കയറി വന്ന് നിൽക്കല്ലേ? കിടന്ന് ചാടല്ലേ? ഒക്കത്തിനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. ഇപ്പൊ ജീവനോടില്ലാത്ത ആളിനെ കുറിച്ച് പറഞ്ഞ ഇവർക്ക് ഉപദ്രവാവുന്നല്ലാതെ ആർക്കെന്ത് ഉപകാരം ഉണ്ടാവാനാ? ഉപകാരം ഉണ്ടെന്ന്. എന്താ ഇവറ്റകൾക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഗോവിന്ദനെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ. തന്റെ ഹിസ്റ്ററി എത്രയല്ല. താനെ തന്റെ കൂട്ടുകാരൻ ചേർന്നല്ലോ ഇവരെ 30 ലക്ഷം ഊറ്റിയത്. എന്ന് ആരാടാ പറഞ്ഞേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതെ, എന്നോട് കഥ ഇറക്കാൻ നിക്കല്ലേ. ഭരതൻ നായർ ഈ 2 എണ്ണം ഇവിടെ കിടന്ന് ചീഞ്ഞളിയും. കാണണോ? അയ്യോ ഗോവിന്ദ, ഒന്ന് ക്ഷമിക്കേ. സമയം എനിക്ക് ഇല്ല പെണ്ണും പിള്ളേ. അതിന്റെയൊക്കെ കഴുത്തിൽ അരയിലുള്ളതൊക്കെ ഊരുത്താ. എന്നിട്ട് 2 ദിവസം എടുത്ത് ബാക്കി അപ്പൊ ഇതാണ് ഭരതൻ നായർ പറഞ്ഞ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഭ്രാന്ത് ഭാര്യയും 4 മണം. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? പോടാ പറ്റി. അതെന്ത് വേണോ എന്നെ വിളിച്ചോ. എനിക്കിനി പണിയെടുക്കണം. ഭരതൻ നായരുടെ ഇപ്പോഴത്തെ കഥയും ഈ ഹിസ്റ്ററിയും ചേർത്ത് അങ്ങ് വിട്ടാ മതി. ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നാട്ടുകാരങ്ങ് തേച്ച് പിടിപ്പിച്ചോ. ഫ്രോഡുകൾക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. ഇനി ഞാൻ ഒച്ച എടുത്ത് സംസാരിക്കും. 2 ലക്ഷം ഉണ്ടാക്കാൻ നിക്കണ്ട. സഹപ്രവർത്തകന്റെ കുടുംബമല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സഹായം ചെയ്യാന്ന് വിചാരിച്ചപ്പോ നമ്മളെ കള്ളനാക്കാൻ നോക്കും. അതെടാ എന്തെങ്കിലും മോളെ, വീട്ടിലെ മെഷീൻ കേടായി. എന്റെ കൈന്റെ വണ്ണൊന്ന് കൂട്ടി തരുമോ? അയ്യോ മോളെ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. ഇത് ഞാൻ ചെയ്തോ? അയ്യോ അത് വേണ്ട, മോളിവിടെ ഇരിക്കേ, ഞാൻ ചെയ്തോണ്ട് തരാം. ഇവിടെ തന്നെ ഇരുന്നോ. ഞാൻ ചെയ്തോ. ആ പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. നീ അവളോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുക. ഞാൻ പോരാ. എല്ലാരും എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഇന്നൊരു തീരുമാനമാവും. നിന്റെയൊക്കെ ലൈഫ് പാട്ട് ഭയങ്കര ലൗഡാണല്ലോ. ഇവിടെ എങ്ങനെയാണ്? ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ ശബ്ദം കൂട്ടി വെക്കും. പിന്നെ എല്ലാരും കൂടി ഇവിടെ ആഘോഷാണ്. ഈ പ്രദേശമൊക്കെ ഇഷ്ടായോ? കൊള്ളാം, നല്ലൊരു സമാധാന അന്തരീക്ഷമുണ്ട്. സമാധാനാണോ? തക്കാളി തിന്നത്
നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ പോയി പോയി വിട്ടോ പോയി വിട്ടോ വിട്ടോ എന്ത് കൃഷ്ണദാസ് മുരളി നൈസ് നൈസ്. അശോകണ്ണത് കോട്ടാ രാവിലെ തന്നെ என்னடா ഞാൻ സാപ്പിട്ടിருக்காங்க. ഞങ്ങള് നാട്ടിൽ പോവാ ഇപ്പോഴാ ഓർത്ത് പിള്ളേർക്ക് കാക്കൊല്ല പരീക്ഷ തുടങ്ങും. ഓ ഇരുത്തി പഠിപ്പിച്ചില്ലെങ്കിലേ തോറ്റു. നമുക്ക് ഗോവിന്ദരാജെ പോയെന്ന് കാണാം, എന്നിട്ടാവും നാട്ടിൽ പോകാം. അയാളെ ഇങ്ങോട്ട് വരുത്തിക്കാൻ നിൽക്കണം. മിനിങ്ങാന്ന് അയാളൊന്ന് സംസാരിച്ചതേ അയാൾക്കുള്ള പ്രഷറിന്റെ പുറത്താണ്. അതാ സംസാരം കേട്ട് അറിയാലോ. ഞങ്ങൾ കുറച്ച് അച്ചപ്പം മുറുക്കൊക്കെ ആയിട്ട് അയാളുടെ വീട്ടിൽ ചെന്ന് തഞ്ചത്തിൽ നമ്മുടെ അവസ്ഥ അങ്ങ് അവതരിപ്പിക്കാൻ. മറിച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ അയാൾ എന്തെങ്കിലുമൊക്കെ പറയും, അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഒരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങും, പിന്നെ കടകളൊന്നാവും, മൊത്തം കയ്യിൽ നിന്നും പോകും. ഈ ആള് കൂടിയ പാമ്പ് ചാവില്ലെന്ന് കേട്ടിട്ടില്ലേ? അതല്ലേ ആ പാമ്പ് ചത്തുമോനെ. வேற லெவல். போலீஸ் தேட போகுது இவரை இப்ப. செம மியூசிக். சிபிஆர் பண்றது. மோகினீஸ்வரி. മരിച്ചു. അത് ഞങ്ങള് നേരത്തെ നോക്കി കൺഫേം ചെയ്തയാ. ബാക്കിയെല്ലാം നീ വന്നതിന് ശേഷം തീരുമാനിക്കാന്ന് വെച്ചു. ഓ, ഞാൻ നാട്ടിൽ വലിയ സീരിയൽ ക്യാമറ ആണല്ലോ, വന്നോടെ സജഷൻ തരാം. ഞാൻ ഈറിനെടുത്തിട്ടോട്ടല്ല പറയുന്നത്, പേടിച്ചിട്ടാ. നിങ്ങൾക്ക് എന്താ ആർക്കും ഒരു കൂസലില്ലാത്തത്? കൂസലൊക്കെ ഉണ്ട്, വെളിയിൽ കാണിക്കാൻ. ശശിയേട്ടാ, ഇതിന്ന് ഊരാൻ ഒരു വഴിയില്ലേ? എവിടുന്ന്? അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടുന്നവരെ ഇങ്ങോട്ടേക്ക് ആരുടെയും കണ്ണെത്തൂലെന്ന് എന്താ ഉറപ്പും? എന്നാൽ ഇത്ര പഞ്ച്വാലിറ്റിയിലെ മനുഷ്യൻ ഇത്ര നേരായിട്ട് ഇവിടെ പോയി അമ്മയെ. ഈ പരിസരത്തൊക്കെ തന്നെ കാണുവാണ്. മൊബൈലും മേഴ്സൊക്കെ ഇവിടെ വെച്ചാ പോയെ. അമ്മായി വളരെ ചാവിന്റെ അടുത്തേ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇത് കണ്ടുപിടിച്ചമ്മ. ഈ പട്ടീനൊരു കൂടൊക്കെ ഉണ്ടാക്കിട്ട് അതിലിട്ടൂടെ അമ്മയെ. ഒരു കൂടുണ്ടായിരുന്നെങ്കിലേ ഇത് നായ്ക്കുട്ടിയുടെ ഗ്രാഫിക്സ് മാറി ഇരിക്കാ. അയാൾ ഒരു നാറിയ. അമ്മായി അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ നോക്കണത് ഞാനറിയാതെ അയാൾക്ക് ഒരു കുഴിയും എവിടെയും കുഴിക്കാൻ പറ്റൂല. പിന്നല്ലേ അതില് വീണത്. സുഭാഷേ, അയാളെ അറിയാവുന്നതേ ഇതിലയും ഒരു കോളർ இருக்குது. ആയിരിക്കാം, പലവരോടും പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നോട് ഒരാൾ എങ്ങനെ നിൽക്കുന്ന അനുസരിച്ചിട്ടല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഹലോ ഹലോ, ആലോചിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഫോൺ കോൾ പോലും കണ്ടില്ലല്ലോ. അത് പിന്നെ ഞങ്ങള് വീട്ടുകാരായി ചർച്ച നടത്തി തീരുമാനത്തിൽ. അത് നന്നായി. അഡ്വക്കേറ്റ് ഞങ്ങൾ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. എന്താ പറയ്? അത് എന്റെ വീട്ടുകാര് അബദ്ധത്തിൽ ഒരു കൊലപാതകം ചെയ്തെന്ന് വിചാരിക്കുക. കൊലപാതകോ? അല്ലല്ല, അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. റിസർച്ചിന്റെ ഭാഗമാണ്. റിസർച്ചിന്റെ ഭാഗമാണെങ്കിൽ എന്തിനാ കൊലപാതകം ചെയ്യണ? വീട്ടുകാരെ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യിച്ചാ പോരെ? അല്ല, താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ സംവിധായകൻ ജിത്തു ജോസഫ്. അപ്പോ സിനിമയ്ക്കായ ഒരു എഴുത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ജിത്തു സാറാ? ദൃശ്യം 4 വല്ലോണാ? എന്നോട് പറഞ്ഞോ, ഞാൻ ആരോടും പറയൂലാട്ടാ. അതെ അതെ, അത് നന്നാവും. ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരു അതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. വീട്ടുകാരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അയാൾ ജോർജ് കുട്ടിയുടെ രണ്ടാനമ്മ നാട്ടിൽ മൊത്തം നാണം കെടുത്തോന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തും. ജോർജ് കുട്ടിക്ക് രണ്ടാനമ്മേ? അതെ, അടുത്ത പാർട്ടില് അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ കഥക്ക് വ്യത്യാസമുണ്ട്. അത് വേണം. അവരെ നാണം കെടുത്താനായി നാട്ടുകാരുകയൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അത് തടയാനായി വീട്ടുകാരെല്ലാരും കൂടെ വാപുത്തി പിടിക്കും. അല്പനേരം നീണ്ട പിടിവലിയിൽ അദ്ദേഹം നമ്മളെ വിട്ടു പിരിയും. അതൊരു കൊലപാതകമാവും. പിന്നല്ലേ? അല്ല, മരിച്ചവൻ ദുഷ്ടനാണ്. എന്നാലും ആവും. ആരും അത്ര ശക്തിയിലൊന്നും അല്ല പിടിച്ച്. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് മരിച്ചതാ.
സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമുക്കിത് ഊരാൻ പറ്റുമോ? ഇതെങ്ങനെ സ്വയരക്ഷയാവും? എനിക്ക് ഈ കഥ കേട്ടിട്ട് തോന്നണതേ ഇതൊരു കുണ്ടാമണ്ടി ഫാമിലിയാണ്. അവരെന്തോ നാറിയ കഥ നാട്ടില് പാട്ടാവും അറിഞ്ഞപ്പോ എല്ലാരും കൂടി ചേർന്ന് ഇയാളെ തട്ടിക്കളഞ്ഞേക്കെന്ന. ഇതിലെന്തെന്നാ സ്വയരക്ഷ? ഇവരാ ദുഷ്ടനെ പിടിച്ചു വെച്ചപ്പോഴേ ജോർജ് കുട്ടിയുടെ മൂത്തളിയൻ അയാളുടെ കാല് മാത്രമേ പിടിച്ചിരുന്നുള്ളൂ. അപ്പൊ അയാൾ ആ കേസില് പ്രതിയാവോ? എടോ, അയാളുടെ കാല് ഫ്രീ ആണെങ്കിൽ അയാൾക്ക് ഓടി രക്ഷപ്പെട്ടൂടെ? ആ സാധ്യതയല്ലേ അയാൾ പിടിച്ചു വെച്ചത്. അല്ല, മൊത്തത്തിലൊരു ഗാങ് ബാങ് ആയിരുന്നു. ആരായാലും കൊള്ളാം, ചത്താളുടെ ബോഡി പിടിച്ച മുഴുവൻ ആളുകൾ അകത്തുവോ? മൊത്ത ഫാമിലി പെർഫെക്റ്റ് ഫാമിലി. എന്നാ ശരി, ഞങ്ങൾ എന്തായാലും കഥ എഴുത്ത് തീർത്തിട്ട് വിളിക്കാം. അതെ, സിനിമയിൽ താങ്ക്സ് കാർഡ് വെക്കുമ്പോ എന്റെ പേരും കൂടി ഒന്ന് കൊടുത്തേക്കണേ. തീർച്ചയായും. നിന്റെ മാമൻ അവിടെ ഇന്ന് കണ്ടില്ലല്ലോ. കമ്മിറ്റി ഓഫീസിൽ കാണോ? ഏയ്, ബേബിയും രഘു ഇപ്പൊ താക്കോലുമായിട്ട് അങ്ങ് പോയല്ലോ. അച്ഛനൊന്ന് അകത്തേക്ക് വന്ന് ഇരിക്കച്ചാ. ആ, വന്നോളാം. ഇവനാണ് എനിക്ക് കാളേജ് വീട്ട് ബസ്സിൽ ഡ്രോപ്പ് ഇട്ട് പോണാ. ഏട്ടാ, ഇയാള് ഇവിടെ ഇങ്ങനെ കിടത്തിയാല് നമ്മളും പെടൂലേ? ഉറപ്പായും പെടും. എങ്ങോട്ടെങ്കിലും ഒഴിവാക്കാൻ പറ്റിയ ആ ഗ്യാപ്പിൽ നമുക്ക് നാട് വിടാനുള്ള സമയങ്ങൾ കിട്ടും. എങ്ങനെ ഒഴിവാക്കാനാ? എനിക്ക് ഇവരെന്ന് പാവമാർക്ക് ഞങ്ങൾ പിന്നിലെ പറമ്പിൽ നിന്ന് കായോ പഴോ എന്തിന്റെങ്കിലും കൊല വെട്ടിയിട്ട് രണ്ടൊന്ന് ചാക്കിലാക്കാം. ഒന്നില്ല ഗോവിന്ദനെ കയറ്റാം. അതിനുള്ളിൽ നീ എവിടെന്നെങ്കിലും പോയൊരു വണ്ടി വിളിച്ചിട്ടോ. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാക്കൊല്ല പരീക്ഷ പിള്ളേരുടെ. ഓ, കാക്കൊല. ഇവിടെ ഒരു ഫുൾ കൊല ചെയ്യുന്നവരെ തനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. കാരണം ബാഗോട്ട് അകത്ത് പോയി. എന്താ മറ്റവൻ എടാ, അത് ചാടി പോകണ്ട നോക്കണേ. ഞങ്ങള് അളിയന്മാരെല്ലാരും കൂടെ സാറ്റ് കളിക്കുമായിരുന്നു. എന്റെ മാമനാവൂല്ലേ എവിടെ ഉണ്ടാവുക? പുള്ളിനെ രാവിലെ തൊട്ട് കാണാനില്ല. ഏത് മാമൻ? ഗോവിന്ദരാജ. ആ, പുള്ളി വന്നിട്ടില്ല. പുള്ളി വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ എത്തിയിട്ടില്ല. അതെ അതെ. അളകത്തേക്ക് കയറി പോണ ഞാൻ കണ്ടാണല്ലോ. ഏയ്, ഇതിന്റെ പൂട്ടിപ്പോ ഞങ്ങൾ തുറന്നല്ലേ ഉള്ളൂ. ഇനി എങ്ങാനും പുള്ളിയെ കാണാനേ പറഞ്ഞാൽ മതി, വൈകുന്നേരം വന്നാൽ മതി. അതെ, ഞങ്ങളെ കുറച്ച് തിരക്കില്ല അല്ലേ ചേച്ചേട്ടാ? അതെ അതെ, വെരി ബിസി. അപ്പൊ ചേച്ചേട്ടാ ഞാനങ്ങട് വേഗം പറഞ്ഞേ. പിന്നില്ലേ ഇന്നറിഞ്ഞല്ലേ? அந்த வீடு இப்ப இந்த வீடு. ஆமா, ஏதோ ஃபிஷியா இருக்கு. அதுலயும் அவங்க பேர் சுபாஷ், அதுலயும் இவர பேர் சுபாஷ் தான். പെട്ടി ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ അല്ലേ? സ്റ്റാൻഡ് ഇതൊക്കെ തന്നെ. അവരൊക്കെ പണി മുടക്കില്ല. എന്ത് പണി കൊടുക്ക്? ഓരോ ചെറ്റുകൾ ചെയ്യുന്ന തോന്നി മാസത്തിന് അവരാണ് അനുഭവിക്കുന്നത്. കസ്റ്റമർ വിശ്വസിച്ച് ലോഡ് കയറ്റി അവന്മാരതിൻ്റെ ഇടയിൽ കൂടെ കഞ്ചാവും കല്ലും പൊടിയൊക്കെ കയറ്റി കിട്ടും. ഒന്നോരത്തൊരു പാവൻ ഡ്രൈവർ ഇപ്പൊ ജയിലാണ്. മെയിൻ ടീമൊക്കെ പിടിപാട് ചൂരി പോയപ്പോ ആർക്ക് പോയി? അല്ല, ഈ പിടിപാട് ചൂരണ എങ്ങനെയാ? ആ, നമുക്കൊക്കെ ഓരോന്നിൽ ചെന്ന് പെടാനല്ലേ അറിയുള്ളൂ. അതെ അതെ, നിങ്ങക്ക് എന്താ വേണ്ടേ? അത്യാവശ്യമായിട്ടൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആണോ? എന്താ ലോഡ്? കൊലയാ, വീട്ടിലാ. ഉടനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ചീത്തയാവും. യൂണിയൻ മണിമുടക്കായോണ്ടേ ഇവിടുന്ന് ആരും ഇറങ്ങും തോന്നില്ല. പക്ഷേ ഇറങ്ങുന്ന ഒരു നമ്പർ എനിക്കറിയാം. ട്യൂൺ ചെയ്യലേ പറഞ്ഞു. അല്ല, അത് വെറും കായാണ്. ആണോ? ഒരു അവർക്ക് ഇതൊക്കെ അഴിച്ചു കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ലോഡിൽ കഞ്ചാവ് മറ്റു പിടിച്ചത്ര. ഞാൻ പറഞ്ഞില്ലേ കൊലയാന്ന്. കണ്ട, ഇവിടെ കൊല മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഇനി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. അല്ല, ഇവിടെ അടുത്ത് മാർക്കറ്റ് എവിടെയാ? അവൻ എങ്ങോട്ടാ പോയേ? കായക്കൊല വിൽക്കാൻ പോയതാ. കായക്കൊല വിൽക്കാൻ പോയതാന്ന്. അല്ല, ഇപ്പൊ ഇതെന്ത് ചെയ്യും? ഇരുചെവി അറിയാതെ ഞാനിത് ഡീൽ ചെയ്തോളാം. നീ നിന്റെ വണ്ടിയുടെ ചാവി എടുക്ക. നിന്റെ ഒരു ലൊട്ട വണ്ടി
ഇത് ദൂരം കൂടുന്നതോറും വണ്ടിയുടെ ശബ്ദം കൂടുവാണെന്ന്. ഏട്ടാ അത് സ്പീഡ് കൂടുന്നതിന്റെ പ്രശ്നമാണ്. എക്കോണമിയിൽ ഓടിച്ചാൽ മതി. ഇവിടെ അടുത്ത് കൊക്കയും പൊട്ടക്കിണറൊന്നുമില്ലേ? ഒക്കെ ഒന്നും ഇല്ലേട്ടാ. പിന്നെ പൊട്ടക്കിണർ അറിയില്ല. നിനക്ക് റോങ് ആയിട്ടുള്ള കൂട്ടുകാരായിരിക്കില്ല നമ്മളെ ഒന്ന് സഹായിക്കാൻ. റോങ് ആയിട്ടുള്ളവരായിട്ട് കൂട്ടില്ല. ഇടയിൽ കുറച്ച് ഡീസൻസ് കുറയ്ക്കും കേട്ടോ. അതെ, ഈ വെള്ളത്തിന്റെ കാര്യമൊക്കെ അത് നീ പേടിക്കണ്ട. ഇവിടുത്തെ കിണർ പറ്റിയ ചരിത്രം ഇതുവരെ ഇല്ല. അത് മതി. അല്ല, ഈ കറണ്ട് കണക്ഷനൊക്കെ താഴെ മേലെ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. അതെ, അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ആയ ചാവി ഇത് നിങ്ങളെ വീടാ. खोल सकना डिसेंट कर ले പിടിച്ചോ, നീ ഇവിടെ തന്നെ നിന്നു, ഞാൻ പോരാ. പാലത്തിലിருந்து തൂക്കി പോട്ടറലാന്ന് இருந்தாலும் மாட்டுறது தானே. ഹലോ, എന്തോ ചുറ്റികളിലാണല്ലോ, എന്തോ കനത്തിലുണ്ടല്ലോ. ഇല്ലപ്പാ, ഇത് വീട് ഷിഫ്റ്റിന്റെ കുറെ വേസ്റ്റ് വന്നു, അതൊന്ന് കളയാറിങ്ങിയതാ. അതെ, വേസ്റ്റ് ആണെങ്കിൽ ഇവിടെ കളയണ്ട, തൊട്ടടുത്ത് ആക്രിയുണ്ട്, അവിടെ കൊടുക്കാം. അല്ല, എന്തെങ്കിലും ചില്ലറ കിട്ടും, അത് കളയണ്ടല്ലോ. അയ്യേ, ഞങ്ങളങ്ങനെ കാശിനോട് ആർത്തിയുള്ള കൂട്ടരല്ല, വെൽ സെറ്റിൽഡാ. ആയിക്കോട്ടെ, ഇതൊക്കെ ഇവിടെ കളഞ്ഞു വെറുതെ പ്രകൃതി ഇതാക്കണ്ടല്ലോ. പായോ பிரேக் போறேன்னு சொல்லிருக்கலாம் அவரு. மூட்டை பத்தி தானே கேட்டா, இனி இவனை கொண்டு போய் காட்ட போறான். വീടാവശ്യമൊന്നും കേട്ടോ, ചാവി ഒന്നും തരാൻ പറ്റില്ല. അല്ല, ഞങ്ങൾക്കൊരു ഇത് ഒത്തുവന്ന് കരുതി ചേട്ടാ. 7000 രൂപയ്ക്ക് കിട്ടണത്. അയ്യേ, നമുക്ക് സംസാരിക്കാന്നേ. എന്നാ ഞാൻ ചെറിയമ്മയോടൊന്ന് സംസാരിച്ചിട്ട് പറയാം. വീട്ടിലേക്കുള്ള പർച്ചേസ് ആയിരിക്കും അല്ലേ? ഇതോ 2 നേന്ത്രകളെ കണ്ടപ്പോ കൊതിയായിട്ട്. ഓ, എടാ പിടിച്ചോ പിടിച്ചോ. ഞാൻ പിടിക്കാം. ഈ സൈഡ് ഞാൻ പിടിച്ചു. എന്നെ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് കാണണ്ട. ഇന്ന് കാണും. ചതയാന്ന് നോക്കണം. പഴം പഴുക്കട്ടില്ല മോനെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഓ, അപ്പൊ ശശി ടാറ്റ. ടാറ്റ. Soy எத்தனை நாள் தான் வச்சுட்டு சுத்த செஞ்சீங்க? அன்னைக்கே தான் சட்டையை மாத்தல. அங்க உட்காந்து என்ன எழுதி சாப்பிடுறான்? இவன் ஃபாலோ பண்றான்னு நினைக்கிறேன். இவனும் பார்த்துட்டு இருக்கான். இந்த உலகத்துல எங்க போனாலும் இருந்தா இருக்காதா? ரொம்ப பேசிட்டே நாம அவன் ஃபாலோ பண்ற கன்ஃபார்ம். പ്രാർത്ഥിച്ചോ, ഇടക്ക് ഫേക്കും മറക്കാം. அவங்களே அவங்க சமைக்கும் ചേച്ചി, എൻ്റെ ഒരു സിമ്പിൾ ഐഡിയ ഉണ്ട്. നമുക്കേ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തിട്ട് ഒരു ഇലക്ട്രിക് കസൻ ഉണ്ടെങ്കിട്ട് അതിൻ്റെ ഒക്കെ ഇയാളൊക്കെ ഭസ്മം പോയി കളഞ്ഞാലാ? എങ്ങനെന്താ? ഞാൻ വായിച്ചെന്നുള്ളൂ, പോണില്ല. ക്ലാസ്സിൽ കയറി വന്ന പി.ടിക്ക് പകരം കണക്ക് പഠിപ്പിച്ചിരുന്ന തൂവൽപ്പറമ്പ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന ഉദയൻ സാറിനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ ചേർന്ന് തല്ലിക്കൊന്നു. പേടിച്ച് മണ്ടിനാർ. மழை பெய்யுதுதான் செம்ம டைம் இந்த பண்றது. மர்டர் மழை எல்லாம் செம்ம காம்போ பூச்சா. പണ്ണങ്കായ്ക്ക് നാട്ടിലേക്കാ 4 രൂപ കൂടുതലേ. എല്ലാരും കൂടെ ടി വി കണ്ടിരുന്നോ? ശശിയേട്ടാ, നമ്മളിനി എന്താ ചെയ്യാ? ഒരു ഐഡിയ ഇല്ല.
ഏടെന്ന് നോക്കിയാലും രാവിലെ കണ്ട ചങ്ങായുണ്ട്. ആ കുമ്പിടിന്റെ ഇടക്കിടക്ക് ഇവിടെയും കാണാം. ഇയാൾ ഇവിടെ ഉണ്ടെന്ന് അവനെന്തോ ഫ്ലൂറ്റ് പോലെ ഉണ്ട്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ ധൈര്യം പുറത്ത് കാണിച്ചാലും നമ്മളൊക്കെ കൂടെ ഒരാളെ കൊന്നിട്ടിരിക്കുമോ? നമ്മുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ മോനെ, എനക്ക് ആരെയും അറിയില്ല. അതുപോലെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ആരെങ്കിലും കൂടെ നിൽക്കുവോ? നമുക്ക് ഈ മഴയൊന്ന് കെട്ടടങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ട് തട്ടിയേക്കാം. ദൂരെ എവിടെയും കൊണ്ട് തട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി കിട്ടിയൊന്നും ഇല്ല. എങ്ങനെയാ തോളത്തിട്ട് കൊണ്ടുപോകും? ഇയാൾ പേടിച്ചിട്ട് ഓരോ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കാം. അമ്മേ, ശരിക്കൊന്ന് ഓർത്തു നോക്കാം. എപ്പോഴെങ്കിലും നമ്മൾ അങ്ങോട്ട് സഹായിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? മോനെ, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തില് എനിക്ക് ആരുടെ പേരും പറയാൻ തോന്നില്ല ഗോപ. എന്ത് ചോദിച്ചാലും ഇല്ലാതെ പറയാൻ എങ്ങനെ? ഇത് നിങ്ങളുടെ നാടല്ലേ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ തൂങ്ങാൻ നിൽക്കണേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതാകുമ്പോൾ പോലീസുകാർ വന്ന സമയത്തിന് കൊണ്ടുപോയിക്കോളൂല്ലോ. അത് നിനക്ക് ജോലിയും പിള്ളേരില്ലാത്തതുകൊണ്ട് ഇവിടെ കുത്തിയിരിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അവിടെ പിള്ളേരുണ്ട്, ഞങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ തല്ലുകൂടാതെ നേരെ വെളുക്കുന്നതിന് മുന്നേ ഇതിനെ എവിടെങ്കിലും കൊണ്ട് കളയുന്നതിനെ പറ്റി ആലോചിക്കുക. അതെ അതെ ശശി, നേരം വെളുക്കുന്നതിന് മുന്നേ ഇതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം. അതിനെ ആരെ കൊന്നിട്ടാണെങ്കിലും സാരമില്ല. ഇനി ആരെ കൊല്ലാനാണ്? யாரா நீ? நல்ல ரோல் பண்ண இவனுக்கு. എൻ്റെ മാമൻ ഇവിടെ വന്നില്ലല്ലേ? ഇല്ലടോ, രാവിലെ പറഞ്ഞില്ലേ. ഞാനിന് മൊത്തം തപ്പി, ആളെ മിസ്സിങ്ങാ. താനിപ്പോ വീട്ടിലേക്ക് അല്ലേ? ആ, നാളെ രാവിലെ അന്വേഷിക്കാം. വീട്ടിൽ പോയാലും ഇനി എനിക്ക് ഉറക്കൊന്നും കാണില്ല. ചിലരെയൊക്കെ സംശയമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ഉണ്ടാവും. സാറ്റ് കളിക്കാനും ഞാനും കൂടാം. വ്യക്തമായിട്ട് പറയും കുഞ്ഞെ, ഒച്ച ക്ലിയർ ആവുന്നില്ല. ഗോവിന്ദേട്ടന്റെ ആരാന്നാ പറഞ്ഞ? റൈറ്റ് ഹാൻഡാ. പേരെന്താ? സുഭാഷ്. ഉറപ്പിച്ചോ? അവൻ മുടിക്കും. ഇനി ദൈവത്തമ്പുരൻ വെറുതെ വിട്ടാലും അവൻ നീരാണി ചുറ്റി പിടിക്കും പോലെ നമ്മളെ ചുറ്റി പിടിക്കും. കണ്ടോ? എന്താണ് ആ ഒന്നാമത്തെ പേരെന്താണെന്നറിയോ? സുഭാഷ്. സുഭാഷിന്റെ ഒരു എസ്കേപ്പ് ആയി. അവിടുത്തെ ഫോൺ എങ്കിൽ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇത് വെച്ച് കാണിച്ചോണ്ടിരിക്കുന്നത് കട്ടി. അബദ്ധത്തിലാണേലും ചെയ്തത് വലിയ പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ നാട്ടിൽ എങ്ങോട്ട് ഓടണമെന്നോ ആരോട് സഹായം ചോദിക്കണമെന്നോ പോലും ഒരു പിടുത്തമില്ല. ഇതോടുകൂടി ഞങ്ങളുടെ ജീവിതം തീർന്നു പോകും. അപ്പാക്കിട്ട് വേണ്ടാണ് അവിടുന്ന് അടച്ച. நல்ல ஒரு இதுப்பா. ஐ லைக் திஸ். ஏற்கனவே ஆப்போசிட்ல தான் இருந்தான். ചായക്ക് എന്താ? എടാ, ആ ചെറുക്കൻ ഇവിടുന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ. ആ, ഏടി പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായി. അവൻ അകത്തേക്ക് വരാതിരിക്കാൻ നോക്കണം. ഈ ഗോവിന്ദരാജ പറഞ്ഞ പോലെ ദേവസ്ഥന്റെ പ്രശ്നം ഉള്ളതാണെങ്കിൽ അത് വൈകാതെ തന്നെ പോലീസ് കേസാവില്ലേ? അത് നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞാ പോരെ. അമ്മ, ഇത് കേസായി കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റിക്കാരെ പൊക്കാൻ പോലീസുകാർ ഇവിടെ വരും. അവർ ഗോവിന്ദനെ അന്വേഷിക്കും. ഇവൻ അവരെ ഇവിടെ കൊണ്ടുവരും. കമ്മിറ്റിക്കാരെ പൊക്കാൻ വന്ന പോലീസുകാർക്ക് ബോണസ് ആയിട്ട് ഒരു ഡെഡ് ബോഡിയും കിട്ടും, കൂടെ പുതിയ വില്ലന്മാരെ. അയ്യോ, നമ്മളാണോ വില്ലന്മാര്? കൊണ്ടത് യാര് തായി? വല്ലതും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ 2 ദിവസം കൊണ്ട് കഴിച്ചു, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് പറയും. മടുത്ത് ചെയ്തു, ഒരു സമാധാനവും. ഞാൻ പോകും. മോനെ, പോലീസുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അച്ചപ്പവും മുറുക്കുമായിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചാലോ? സംസാരിച്ച തീരത്തെ പ്രശ്നങ്ങളില്ലല്ലോ. ഒരാളെ തട്ടിയത് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ച് തീർക്കാനൊന്നും പറ്റില്ല അമ്മേ. എന്താണ് யாரா நீ? എന്തൊക്കെയാണ് ചെയ്യുന്ന അശോക? നീ മാത്രമാണോ ഇവിടെ? എല്ലാരും വീട്ടിരിക്കല്ലേ?
പോലീസ് കേസൊക്കെ പേടിയാ പേടിയാ. നമ്മൾ രക്ഷപ്പെടാനല്ലേ നോക്കണം അശോകേട്ടാ. രുക്മിണിയമ്മയ്ക്ക് നമ്മളൊരു ജീവിതം കൊടുക്കാൻ നോക്കി, കൊടുക്കാൻ അവരുടെ ജീവിതം തൊലച്ച് വെറുതെ ജീവൻ കളയാൻ നിൽക്കല്ലേ. ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ട ചേട്ടൻ ഇങ്ങനെ പേടിത്തൂറിയാവല്ലേ. Thank you for watching part 2. நம்ம அடுத்த பாட்டில் சந்திப்போம். Bye.